प्रेज लॉर्ड। Praise the Lord. पास्टर परिवार और जितने भी जने इस जूम मीटिंग में शामिल है, सबको मैं प्रभु यीशु मसीह के नाम से धन्यवाद देना चाहती हूँ। आप लोगों ने भी पिछले दिनों में मेरे लिए प्रार्थना किया। आप लोगों का प्रार्थना मेरे जीवन में अनुग्रह था और प्रभु ने मेरी सहायता किया है एक अच्छे से एग्जाम लिखने के लिए, और आगे भी आप लोगों का प्रार्थना मैं मांगती हूँ। प्रभु आगे मुझे अगुवाई करे। और आज प्रभु की महिमा के लिए मैं एक गीत प्रस्तुत करना चाहती हूँ, एक हिंदी गीत। कितना मैं चाहूं छू लूं तुझे, दिल मेरा तरसता है देख लूं तुझे। कितना मैं चाहूं छू लूं तुझे, दिल मेरा तरसता है देख लूं तुझे। मेरे लिए जिया, मेरे लिए मरा, अपने लिए तूने कुछ न किया। मेरे लिए जिया, मेरे लिए मरा, अपने लिए तूने कुछ न किया। मरते दम तक प्रेम किया तूने, दिल न भरा तेरा फिर जी उठा तू। मेरे लिए, मेरे लिए, ओ मेरे लिए, मेरे लिए कितना मैं चाहूं छू लूं तुझे, दिल मेरा तरसता है देख लूं तुझे। कितना मैं चाहूं छू लूं तुझे, दिल मेरा तरसता है देख लूं तुझे। मेरे रोगों को लिया, मेरे पापों की क्षमा, क्रूस उठाकर मुझे अपना किया। मेरे रोगों को लिया, मेरे पापों की क्षमा, क्रूस उठाकर मुझे अपना किया। बाप से जुदा होके प्रेम किया तूने, दिल ना भरा तेरा साथ चला तू। मेरे लिए, मेरे लिए, हो मेरे लिए, मेरे लिए कितना मैं चाहूं छू लो तुझे, दिल मेरा तरसता है देख लूं तुझे। कितना मैं चाहूं छू लूं तुझे, दिल मेरा तरसता है देख लूं तुझे। थैंक यू। Thank you, Mole. Singing the desire of our heart very beautifully. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഹീനമായ അവസ്ഥയിൽ നമ്മളോട് കരുണ തോന്നിയ നമ്മുടെ കർത്താവിനെ, ഏറ്റവും വലിയ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ ഒന്ന് കാണുവാൻ, ആ തിരുമേനി ഒന്ന് തൊടുവാൻ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ ഹൃദയത്തിൻ്റെ വാഞ്ച നമ്മുടെ ഉള്ളിൽ നിലനിൽക്കട്ടെ. നന്നായിട്ട് പാടിയ അക്സയ്ക്ക് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഐസക് പാസ്റ്റർ കുടുംബമായി രാജസ്ഥാന്റെ മണ്ണിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിലനിർത്തട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേലുണ്ടാകട്ടെ. ഉത്തമമായ ഭാവിയെ ദൈവം നൽകട്ടെ. സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിങ്കലായിരിക്കാം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വിഷയങ്ങളെയൊക്കെ
നാം ഓർക്കുമല്ലോ. അവയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് ഇട നൽകുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം കൊണ്ടുപോകുന്നു. സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിന് ഞാൻ വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. സർവശക്തനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങളും. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് വീണ്ടെടുപ്പിന്റെ നാളിനു വേണ്ടി സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിങ്കലായിരിക്കാം. പുതുതായിട്ട് ആരെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടും സ്തോത്രം. തുടക്കത്തിൽ പരിചയമില്ലാത്ത ചില പേരുകൾ ഞാൻ കണ്ടിരുന്നു. പുതുതായിട്ട് ചേർന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം കാണുന്ന യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ 5-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 3 തൊട്ട് 1, 2 വാക്യങ്ങൾ ആമുഖങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 8 ഭാഗ്യ അവസ്ഥകളെ കുറിച്ച് ക്രിസ്തു വർണ്ണിക്കുന്നു. അതിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് നാം നിൽക്കുന്നത്. കർത്താവിന്റെ ഭാഗ്യവർണ്ണനയിൽ ഏറ്റവും 8ാമത്തേത്, ഒടുവിലത്തേതായിട്ട് പറഞ്ഞത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. ഭാഗ്യവാന്റെ അവസ്ഥ, അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ അനുഭവം, മറ്റാർക്കും അപഹരിപ്പാൻ കഴിയാത്ത സന്തോഷത്തിന്റെ ഉടമകൾ. സ്തോത്രം. അത് നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും അടിസ്ഥാനത്തിലല്ല, നമ്മളായിരിക്കുന്ന അവസ്ഥ നിമിത്തമാണ് നമുക്ക് ആ സന്തോഷാവസ്ഥ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് 4-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ലോക മനുഷ്യർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സ്തോത്രം. 4:7 എൻ്റെ ഓർമ്മ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഭൗമ വസ്തുക്കളുടെ ലഭ്യതയിലോ ഭൗമ വസ്തുക്കളുടെ വർധനവിലോ സമൃദ്ധിയിലോ ഒന്നുമല്ല ഈ ഭാഗ്യാവസ്ഥ അഥവാ ഈ സന്തോഷാവസ്ഥ നിലനിൽക്കുന്നത്. അതെ, 4:7 വാക്യമാണ് സങ്കീർത്തനത്തിൽ. പകരം നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം, നമ്മുടെ ആനന്ദത്തിന്റെ ആധാരം, സ്തോത്രം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അവസ്ഥയാണ്. സ്തോത്രം. നോട്ട് ദ പൊസഷൻ we have, but the position we have with the Lord. Not position of this world, but the status we have with the Lord. കർത്താവുമായിട്ട് ഉള്ള ബന്ധത്തിൽ നമ്മുടെ പൊസിഷൻ, നമ്മുടെ ബന്ധം, സ്തോത്രം, നമ്മുടെ സ്റ്റാറ്റസ്, അവസ്ഥ, അതാണ് ആനന്ദത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്, സന്തോഷത്തിന് നിദാനമായിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഏതവസ്ഥയിലും നമുക്ക് ഈ ഭാഗ്യാവസ്ഥ അനുഭവമാണ്. അതിന് ദൈവം നമ്മെ അധികം വീണ്ടും സഹായിക്കട്ടെ. അങ്ങനെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ അതിനുള്ള 2 പ്രധാന കാരണങ്ങൾ നമ്മൾ കണ്ടു. സ്തോത്രം. ഒന്ന് സാത്താന്യമായ കാരണമാണ് കണ്ടത്. മറ്റൊന്ന് നീതി നിമിത്തം ഉള്ള ഉപദ്രവങ്ങൾക്ക് പിൻപിൽ
ദൈവികമായ കാരണവും നമ്മൾ കണ്ടു. സ്തോത്രം. ദൈവികമായ കാരണം. ഒരുപക്ഷെ ഇനിയും നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുന്നെങ്കിൽ കാരണങ്ങൾ വേറെയും കണ്ടെത്താൻ സാധിക്കും. നിങ്ങളിലും ആർക്കെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ ഉപകാരമായിരിക്കും. നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ഒരു കാരണത്തിലേക്കും കൂടെ നാം പ്രവേശിക്കുകയാണ്. ഒന്നാമത്തേത് സൈറ്റനിക് റീസൺസ് ബിഹൈൻഡ് അവർ പെർസിക്യൂഷൻ. Second one was divine reasons. Why does God allow? ദൈവിക കാരണങ്ങൾ. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്ത്യൻ റീസൺസ്. That means what is the reason behind the persecutions from our side? നമ്മുടെ ഭാഗത്ത് നിന്ന്, വിശ്വാസിയുടെ, ക്രിസ്ത്യാനിയുടെ, ഭക്തന്റെ, ക്രിസ്തു ശിഷ്യന്റെ ഭാഗത്ത് നിന്നുമുള്ള കാരണം. ക്രിസ്തു ശിഷ്യന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ റീസൺ എന്ന് പറയുമ്പോൾ the reason because of the Christian, the person who follows Jesus. യേശുവിന്റെ ശിഷ്യന്റെ ഭാഗത്ത് നിന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഇത് കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. അതിനെയാണ് പൊതുവെ ക്രിസ്തു നിമിത്തമുള്ള പീഡകളെന്നോ ക്രിസ്തു നിമിത്തമുള്ള പ്രയാസങ്ങളെന്നോ ഒക്കെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. സാധാരണ മനുഷ്യർക്കുള്ള പ്രശ്നങ്ങളെ അല്ല ഇവിടെ ഉപദ്രവങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ ലോകം എമ്പാടും ഉള്ള മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന ഈ മഹാവ്യാധി, ഇത് കർത്താവ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിമിത്തമുള്ള ഉപദ്രവമൊന്നും അല്ല. കാരണം ഇത് ക്രിസ്ത്യാനിക്കും ക്രിസ്തു വിരോധിക്കും ഒരുപോലെ തന്നെയുണ്ട്. ഇത് പൊതുവായിട്ടുള്ള ലോകത്തിലെ സാധാരണ സംഭവം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന നീതി നിമിത്തമുള്ള ഉപദ്രവം, ക്രിസ്തു നിമിത്തമുള്ള ഉപദ്രവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യങ്ങളല്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യങ്ങളല്ല. എന്നാൽ നമുക്ക് മാത്രമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന് പിൻപിൽ നമ്മുടേതായ ഒരു കാരണവും കൂടെ ഉണ്ട്. ആ ക്രിസ്ത്യൻ റീസണെ നമുക്കൊറ്റ വാക്കിൽ പറഞ്ഞാൽ എ ചോയ്സ് ഓർ എ ചൂസിങ് ബിറ്റ്വീൻ ലോയൽറ്റി ആൻഡ് ലിവിങ് എന്ന് വേണമെങ്കിൽ പറയാം. It is because of our choice. It is because of our choice. Because we chose to be loyal to the Lord Jesus. ക്രിസ്തുവിനോട് മാത്രം നമ്മൾ വിധേയപ്പെട്ടിരിക്കുവാൻ സമർപ്പിതരായതിനാൽ ഉളവാകുന്ന പ്രശ്നങ്ങളാണ്. സോ ക്രിസ്ത്യൻ റീസണെ നമുക്കൊറ്റ വാക്കിൽ പറഞ്ഞാൽ ലോയൽറ്റി, ഓണസ്റ്റ് ലോയൽറ്റി, അൺഡിവൈഡഡ് ലോയൽറ്റി. ആ വാക്ക് നമ്മൾ ഇതിനോടകം പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. അൺഡിവൈഡഡ് ലോയൽറ്റി, undying allegiance with Christ. സ്തോത്രം. കർത്താവിനോടുള്ള അവിഭജിതമായ നമ്മുടെ വിധേയത്വത്തെയും അമർത്യമായ നമ്മുടെ സഖ്യതയെയും ഉപേക്ഷിച്ച് കളഞ്ഞാൽ, വിട്ടുകളഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെയാണ് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ എന്ന് വിളിക്കുന്നത്. പൊതുജനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, പൊതുവേ ലോകത്തിലുള്ള വിഷയങ്ങളല്ല. എന്നാൽ ക്രിസ്തു നിമിത്തം മാത്രം
നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സമർപ്പണത്താൽ മാത്രം, ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിധേയത്വം മാത്രം നമുക്ക് കൊണ്ടുതരുന്ന കുറെ പ്രശ്നങ്ങളാണ് അവയെല്ലാം. സ്തോത്രം. അതുകൊണ്ട് സാധാരണ പ്രശ്നങ്ങളെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് ആരോ ഒരാള് ഒരു വീഡിയോ അയച്ചു തന്നു. കത്തോലിക്കയിലെയാണോ യാക്കോബയിലെയാണോ ഒരു പട്ടക്കാരൻ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. ഏതോ ഒരു ധ്യാനയോഗത്തിലെ ഒരു കട്ടിങ്, ഒരു പീസ് എടുത്തിട്ടിരിക്കുക. അതിൽ അദ്ദേഹം പറയുന്നത് ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചിലരുടെ സഹനങ്ങളെ കുറിച്ചാണ്. അദ്ദേഹം അതിനകത്തിൽ പറയുന്നത് പട്ടിണി കിടക്കുന്ന ചില മനുഷ്യരെ കുറിച്ചൊക്കെയാണ്. അതൊന്നും ക്രിസ്തീയ ഉപദ്രവങ്ങളല്ല, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. എന്നാൽ ഇത് ക്രിസ്തുവിനോടുള്ള ഒരുത്തന്റെ സമർപ്പണത്താൽ മാത്രം. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് വളരെ വ്യക്തതയോടെ തന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇന്നലെയും നമ്മൾ അതിൽ ചില വാക്യങ്ങൾ വായിച്ചിരുന്നു. ഇന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് ആവർത്തിച്ച് വായിക്കാം. 1 പത്രോസ് അതിന്റെ 3-ാമത്തെ അധ്യായം സ്തോത്രം, അതിന്റെ 9-ാമത്തെ വാക്യം. Do not repay evil with evil or insult with insult, but with blessing, because to this you were called, so that you may inherit a blessing. സ്തോത്രം. ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരമരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. കാരണം അതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. നാം അതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും അതിന്റെ 14 വേഴ്സ് നമ്പർ 14. But even if you should suffer for what is, you are blessed. Do not fear what they fear, or be intimidated. ओके, नहीं वाइकिंग जोर से पढ़ना, ठीक है? ഇവിടെ പറയുന്നു, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകരുത്, കലങ്ങരുത്. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കണം. സ്തോത്രം. Praise God. We have to sanctify Jesus as the Lord in our hearts. That means we have to be led by the Lordship of Jesus Christ. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് നാം വിധേയപ്പെട്ടവരായി കഴിയണം. ആ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിനായിട്ട് സ്തോത്രം നാം ജീവിക്കുമ്പോൾ, അത് ഇംഗ്ലീഷിൽ 15-ാമത്തെ വാക്യമാണ്. സാങ്ക്ടിഫൈ ദ ലോർഡ് ഗാഡ് ഇൻ യുവർ ഹാർട്ട്സ്. സ്തോത്രം. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞു വരിക. പറഞ്ഞു വന്നിട്ട് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു അതിന്റെ 17-ാമത്തെ 16, 17 വാക്യങ്ങളൊക്കെ. സ്തോത്രം. അവിടെയെല്ലാം നാം കണ്ടത് നമ്മൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. കണ്ടോ? പെർസിക്യൂഷൻസ് ബിക്കോസ് ഓഫ് റൈച്ചസ്നെസ് സേക്ക്, പെർസിക്യൂഷൻ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് സേക്ക്, പെർസിക്യൂഷൻ ബിക്കോസ് വി ഡു ഗുഡ് തിങ്സ്. സ്തോത്രം. നന്മ ചെയ്തിട്ട്, because of goodness we do, because of righteousness, because of Christ, because of goodness. സ്തോത്രം.
നന്മ ചെയ്തിട്ട് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ. സ്തോത്രം. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇന്നലെ വായിച്ച 4-ാം അധ്യായത്തിന്റെ 12 മുതൽ ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 4:12 following. Dear friends, do not be surprised when the fiery ordeal comes against you to test as if someone. पढ़ रहे तो जोर से पढ़ो, अच्छे से. हाँ. Dear friends, do not be surprised when the fiery ordeal comes against you to test you as if something unusual were happening to you. Okay. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം കണ്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ പരീക്ഷ അഡ്മിഷൻ എടുത്തവർക്കേ ഉള്ളൂ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കേ ഉള്ളൂ. വേറെ ആർക്കും ഈ പരീക്ഷയില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ റീസൺ. സ്തോത്രം. എല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യം അല്ലത്. എല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യം അല്ല. പിന്നെ നമ്മൾ വായിക്കുന്നു 13-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. കണ്ടോ, we are partaking in the sufferings of Christ. This is also not for the common public. യേശു ക്രിസ്തുവിൽ പങ്കാളിത്വം ഇല്ലാത്തവർക്ക് ഇതിലും പങ്കാളിത്തമില്ല. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ. നമ്മൾ ദൈവത്തിന്റെ മക്കൾ, നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിനോട് കൂട്ടവകാശമുണ്ട്. We are co-heirs. ക്രിസ്തുവിനോടൊപ്പം നമുക്കൊരു കൂട്ടവകാശമുണ്ട്. We are heirs of God because we are God's children. And because we are brothers and sisters with brethren with Christ, we are co-heirs with Christ. ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ അവകാശികളാണ്. നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളായതുകൊണ്ട് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. എന്തിലൊക്കെയാണ് ഈ കൂട്ടവകാശം വരുന്നത്? അതിലൊരു സംഭവമാണ് കഷ്ടത, ഉപദ്രവങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ. യേശുക്രിസ്തുവിന് എന്തൊക്കെ ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വന്നോ അതിനെല്ലാം നമ്മളും കൂട്ടവകാശികളാണ്. അതാണ് നാം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ നേരത്തെ വായിച്ചിട്ടുള്ളത്. നാം ദൈവത്തിന്റെ മക്കളെങ്കിലോ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. സ്തോത്രം. അപ്പോൾ അതാണ് ഇവിടെ പത്രോസ് പറയുന്നത്, പാർട്ടേക്കേഴ്സ് ഇൻ ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലുള്ള പങ്കാളിത്വം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലുള്ള പങ്കാളിത്വം. ആ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലുള്ള പങ്കാളിത്തത്തിന് എന്താണ് കാരണം? അതാണ് പറഞ്ഞത്, അവർ ലോയൽറ്റി, കർത്താവിനോടുള്ള നമ്മുടെ വിധേയത്വം. സ്തോത്രം. പ്രൈസ് ഗോഡ്. 4:14 1 പത്രോസ് 4:14 നമ്മൾ വീണ്ടും കാണുന്നു, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നാം നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി, റീപ്രോച്ച് for the name of Christ. For the name of Christ. ഇതും പുറത്തുള്ളവർക്ക് ബാധകമല്ല. യേശുവിന്റെ നാമം ധരിക്കാത്തവർക്ക്, സ്തോത്രം,
നോക്കണേ, അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. കണ്ടോ, ഈ നാമം നമ്മൾ ധരിച്ചിട്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരിക. ഈ നാമം ധരിച്ചത് നിമിത്തമുള്ള കഷ്ടതകളാണിത്. സ്തോത്രം. ഈ കഷ്ടതകൾ മറ്റ് കഷ്ടതകളിൽ നിന്നും വ്യത്യസ്തമാണ്. These sufferings because of Christ or Christian sufferings are very much different from all other sufferings. That differentiation is evident from verse number 15. 15-ാമത്തെ വാക്യത്തിൽ നിന്നും ആ വ്യത്യാസം വ്യക്തമാണ്. എന്താ കാണുന്നത്? നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടി. പരകാര്യത്തിൽ വായിച്ചോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. കണ്ടോ, നാം അനുഭവിക്കേണ്ട കഷ്ടതകളെ, ഉപദ്രവങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നു. കൊലപാതകന്മാർക്കും കള്ളന്മാർക്കും ദുഷ്പ്രവർത്തിക്കാർക്കും പരകാര്യങ്ങളിൽ ഇടപെടുന്നവനായിട്ടും അവർക്കുമൊക്കെ ലോകത്തിൽ കഷ്ടതകളുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ കഷ്ടം എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് എ ക്രിസ്ത്യൻ റീസൺ, ആ ക്രിസ്ത്യൻ റീസൺ, അതിനെ ഒറ്റ വാക്കിലാണ് നമ്മൾ പറഞ്ഞത്, ലോയൽറ്റി. അവിഭജിതമായ നമ്മുടെ വിധേയത്വം, അമർത്യമായ നമ്മുടെ സമർപ്പണം. ഇതേക്കുറിച്ചായിരുന്നു ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം 8-10 മാസം മുൻപാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ചെറിയ റൈറ്റപ്പ് ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ ആ റൈറ്റപ്പ് അത് എഴുതുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുൻപോ മറ്റോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു വേദവിദ്യാർത്ഥി, അദ്ദേഹം ഇപ്പോൾ ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. അദ്ദേഹം എനിക്ക് ഒരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് ഫോൺ ചെയ്തു. ഫോൺ ചെയ്തിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചു. അദ്ദേഹത്തിന്റെ സഭയിലുള്ള അക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ ഒരു സഹോദരന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ആ വിഷയത്തിൽ ആ സഹോദരൻ ഈ നമ്മുടെ പാസ്റ്ററോട് അഭിപ്രായം ചോദിച്ചു. ഒരു വല്ലാത്ത ഉത്തരം അറിയാം, പക്ഷെ പറയാൻ വയ്യ. അതിനൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച, എന്താണ് ഉത്തരം കൊടുക്കേണ്ടതെന്നറിയാൻ. ഞാൻ അതിന് ഉത്തരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെയാണോ അടുത്ത ദിവസമാണോ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇതേ വിഷയം എനിക്ക് അവിടെ നിന്നും കിട്ടി. അത് വെച്ചുകൊണ്ടാണ് ഞാൻ അന്ന് ഒരു ചെറിയ ആശയം എഴുതിയത്. അതിന്റെ ഹെഡിങ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ചൂസിങ് ബിറ്റ്വീൻ ലോയൽറ്റി ആൻഡ് ലിവിങ് എന്നുള്ളതാണ്. സ്തോത്രം. അത് പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ അനുഭവിക്കാറുള്ള ഒരു സംഘർഷഭരിതമായ അവസ്ഥയാണ്. നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ല, പക്ഷേ നമ്മളിലൂടെ രക്ഷിക്കപ്പെട്ടു വരുന്ന ജനത്തിന് ഉണ്ടാകുന്ന ഒരു വിഷയം, അവരെ ആ വിഷയത്തിൽ ഉപദേശിപ്പാൻ പലപ്പോഴും നമ്മൾ പാടുപെടാറുണ്ട്. അത് ഈ വിഷയമാണ്. അത് ഞാൻ വായിച്ചപ്പോൾ അതിന് ആ പ്രശ്നം ഇതായിരുന്നു. നമ്മുടെ ഇടയിൽ പാസ്റ്റേഴ്സ് തന്നെ ഉണ്ട് ചിലര്, ഈ
കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന ശില്പികളായിരുന്ന മനുഷ്യർ, ശില്പികൾ, ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവർ. ഓക്കെ, പീപ്പിൾ യൂസ് ടു മേക്ക് ക്രേവൻ ഇമേജസ്. മണ്ണുകൊണ്ട്, കല്ലുകൊണ്ടൊക്കെ ദൈവങ്ങളെ ഉണ്ടാക്കുന്ന ശില്പികൾ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ അത്ര കാര്യമായിട്ടില്ല. കേരളത്തിന് പുറത്ത് ചില പ്രത്യേക ഉത്സവങ്ങളുടെ സമയങ്ങളിൽ ആയിരക്കണക്കിന് ദൈവങ്ങളെയാണ് ഉണ്ടാക്കി വിൽക്കുന്നത്. ഓരോ ദൈവങ്ങളുടെ രൂപങ്ങൾ ഓരോ സീസണുകളിൽ ഉണ്ടാക്കാറുണ്ട്. അതിന് നിപുണരായ ശില്പികളുണ്ട്. ശില്പികൾ കൈകൊണ്ടാണ് ഇവർ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന. മെഷീൻ വളരെ ചുരുക്കമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധാരണ സ്കൾപ്ചേഴ്സ്. അപ്പം അങ്ങനെയുള്ള ഈ ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം ആ തൊഴിൽ ഉപേക്ഷിച്ചു. അങ്ങേർക്ക് ആകെയും പോകുകയും അറിയാവുന്ന ഒരു ജോലി അതായിരുന്നു. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ചെലവിന് കൊടുക്കണം. ഇപ്പം അദ്ദേഹത്തിന് വരുമാനമൊന്നുമില്ല. എന്നാലും ഹി വാസ് ഹാപ്പി വിത്ത് ദ ഫെയ്ത്ത്. കർത്താവിലുള്ള വിശ്വാസ വിഷയത്തിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. അതിനുവേണ്ടി അദ്ദേഹം വേറെ ഒരു തൊഴിൽ, ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട വേറൊരു തൊഴിൽ പഠിച്ചു. അത് ഫാബ്രിക്കേഷനാണ് പഠിച്ചത്. ഫാബ്രിക്കേഷൻ. ഈ ഫാബ്രിക്കേഷൻ അത് ഇതൊക്കെ എന്തുവാ, ഗേറ്റോ ജനലോ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാബ്രിക്കേഷൻ ഒക്കെ അദ്ദേഹം പഠിച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് കിട്ടും. 1-2 ജോലിക്കാരും ഒക്കെയായി. അദ്ദേഹത്തിന് കുറച്ച് ജോലിയുടെ ഓർഡറും ഒക്കെ കിട്ടി. അങ്ങനെ പോകുമ്പം അദ്ദേഹത്തിന് ഒരു നല്ല ഓഫർ വന്നു. ഓഫർ എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു ജോബ് ഓഫർ. ഒരു സർക്കാർ സ്ഥാപനത്തിൽ അവർക്ക് വലിയ ചില ഗേറ്റുകളും അതിനോട് ചേർത്തുള്ള കുറച്ച് ഫാബ്രിക്കേഷൻ വർക്ക്സും. പക്ഷേ അതിൽ ഒരെണ്ണത്തില് ഒരു ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കണം. ഫാബ്രിക്കേഷനാ, ഗേറ്റാ. ബാക്കിയൊക്കെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപയുടെ ഒരു കോൺട്രാക്റ്റാ. സർക്കാർ സ്ഥാപനവുമാണ്. ഇദ്ദേഹത്തിന് നോ പറയാനും വയ്യ, യെസ് പറയാനും വയ്യ. ചിലപ്പോൾ അദ്ദേഹം നോ പറഞ്ഞാൽ ഒത്തിരി പരിണിത ഫലങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും. ഒക്കെയായി അദ്ദേഹം നമ്മുടെ ഈ പാസ്റ്ററെ സമീപിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനത്തെ ഒരു കേസാ, എന്താ ചെയ്യണ്ടേ? പാസ്റ്റർക്കും ആശയക്കുഴപ്പം. നോ പറഞ്ഞാൽ ഇവൻ വിശ്വാസം വിട്ടുപോകുമോ? നോ പറഞ്ഞാൽ പട്ടിണിയായി പോകുമോ? നോ പറഞ്ഞാൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ പാസ്റ്ററോട് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയുമോ എന്നൊക്കെയുള്ള ഒത്തിരി ആശങ്കകളിലൊക്കെ നടുവിൽ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ മറുപടി കൊടുത്തു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ സംഭവം ഞാൻ വായിച്ചത്. ഞാൻ ഈ വായിച്ചത് ഏതാണ്ട് 3rd സെഞ്ച്വറിയിൽ നടന്നൊരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു കാര്യം. സ്തോത്രം. 2-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ 3-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു കാര്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്. തെർത്തുല്യൻ, മലയാളത്തിൽ തെർത്തുല്യൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 155 to 240. 155 മുതൽ 240 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഹി ഈസ് നോൺ ആസ് ദ ഏർലി അപ്പോളജിസ്റ്റ്. വിശ്വാസ സംവാദകൻ എന്ന നിലയിലൊക്കെ ആദ്യ നൂറ്റാണ്ടുകൾ അറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സ്തോത്രം. കാർത്തേജിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ
നമ്മൾ ഈ പറഞ്ഞതുപോലെ അക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരാൾ ഈ ടെർട്ടുല്യനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ മനുഷ്യനെ പോലെ തന്നെയുള്ള ഏതാണ്ട് അതേ സമാനമായ പ്രശ്നം തെർത്തുല്യനുമായിട്ട് പങ്കുവച്ചു. തെർത്തുല്യൻ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ഒടുവിൽ ഈ പറഞ്ഞ മനുഷ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദീർഘശ്വാസം വിട്ടു, ലോങ് ബ്രത്ത്, ഒരു ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു, വാട്ട് ക്യാൻ ഐ ഡു, എനിഹൗ ഐ മസ്റ്റ് ലിവ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചിട്ട് തെർത്തുല്യന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു ലോങ് ബ്രത്ത് എടുത്തിട്ട് ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു, എന്തോ ചെയ്യാനാ, എങ്ങനെയും ജീവിക്കണ്ടായോ? വാട്ട് ഷാൽ ഐ ഡു, എനിഹൗ ഐ മസ്റ്റ് ലിവ്. കുടുംബമുണ്ട്. ഇന്നത്തെ പോലെ ഭാര്യയും പിള്ളേരും ഒന്നും ജോലിക്ക് പോകുന്ന കാലമല്ലത്. വീട്ടിലെ പുരുഷൻ മാത്രമാണ് ഉപജീവന മാർഗത്തിന്റെ സ്രോതസ്. ആ ജോലിയിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ മുമ്പിലാണ് ഇദ്ദേഹം വന്ന് ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത്. എന്നിട്ടാ പറഞ്ഞത്, വാട്ട് ക്യാൻ ഐ ഡു, എനിഹൗ ഐ മസ്റ്റ് ലിവ്. തെർത്തുല്യൻ ഒത്തിരി ഒന്നും പറഞ്ഞില്ല. ഒറ്റ ചോദ്യം ഈ മനുഷ്യനോട്, മസ്റ്റ് യു, നിനക്ക് ജീവിക്കണം അല്ലേ? ഇത്ര ചോദിച്ചുള്ളൂ. അത്രയും. ആ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. മസ്റ്റ് യു, നിനക്ക് ജീവിക്കണം. ഇവിടെയാണ് എ ചൂസിങ്. Either you choose to be loyal to Jesus Christ, that means you are choosing to die, to be killed, to be martyred, to be persecuted, to be sidelined and boycotted. സ്തോത്രം. നിനക്ക് ജീവിക്കണോ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഗതികളുടെ ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നു. ഒന്നുകിൽ യേശു ക്രിസ്തുവിനോടുള്ള വിധേയത്വം. Either you choose to be loyal to the Lord, never ever divide your loyalty, never ever divide your faithfulness between Christ and others. ക്രിസ്തുവിനും മറ്റുള്ളവർക്കുമിടയിൽ, ക്രിസ്തുവിനും മറ്റുള്ളവയ്ക്കുമിടയിൽ നമ്മുടെ വിധേയത്വം പങ്കുവയ്ക്കുവാൻ അനുവദിക്കാതെ യേശുവിനോട് മാത്രം വിധേയത്വം പുലർത്തുവാൻ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ഒന്നുകിൽ നടത്തണം. അല്ലെങ്കിൽ സ്തോത്രം, സാരമില്ല, എനിക്ക് ജീവിക്കുന്നതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഘർഷമാണിത്. ഒത്തിരി ജോലികൾ, തൊഴിലുകൾ ദൈവമക്കൾക്ക് യോജ്യമല്ലാത്തതായിട്ട് വരും. ഇനിയും ചില ജോലികൾ കുഴപ്പമില്ല, എന്നാൽ അതിൽ നമുക്ക് വിഹിതമല്ലാത്തത് പലതും ചെയ്യുവാൻ നിർബന്ധങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും. സ്തോത്രം. എന്തിനേറെ പറയുന്നു, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മാന്യമായ ജോലികളിൽ ഒന്നാണല്ലോ വൈദ്യന്മാരുടെ ജോലി, ഡോക്ടേഴ്സിന്റെ ജോലി. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ പല ഡോക്ടേഴ്സ്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ജോലിയാ. പക്ഷേ ആ ജോലിയിൽ പോലും
ആ ജോലിയിൽ പോലും ക്രിസ്തുവിനോടുള്ള വിധേയത്വം പൂർണ്ണമായി കാണിക്കുവാൻ ഒരു ഡോക്ടർ തയ്യാറായാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജോലിയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. ഒത്തിരി സാഹചര്യങ്ങൾ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും വക്കീലന്മാർക്കും CA-ക്കാർക്കും ഒക്കെ ഉണ്ടാകും. സ്തോത്രം. നാം നോക്കുമ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്തിനേറെ ഒരു ഡോക്ടർ നേരത്തെ തന്നെ രോഗി എന്ന് അല്ലെ മാരക രോഗി എന്ന് അറിയാവുന്ന ഒരാൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോഴാണെങ്കിൽ കോവിഡ് ഉള്ള ഒരാൾക്ക് ഇല്ലെന്നും പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ ഫ്രീ ആയിട്ടാകാം 50 രൂപ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, 50 രൂപ ഫീസ് വാങ്ങിച്ചുകൊണ്ടാകാം. വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് സമയം കഴിച്ച ഒരാളിന് ജോലിയിൽ പ്രവേശിപ്പാൻ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതിന് ഫ്രീ ആയിട്ടായിക്കോട്ടെ, കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടായിക്കൊള്ളട്ടെ, വ്യാജമായ ഒരു സർട്ടിഫിക്കേഷൻ, അത് വലിയ കാര്യമായി ചിലപ്പോൾ നമ്മൾ നോക്കത്തില്ല. പക്ഷെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിനോട് വിധേയത്വം പുലർത്തുന്നെങ്കിൽ നമുക്കിതിൽ പലതിലും ജോലി ചെയ്യുക എന്നത് വലിയ പ്രയാസമാവും. സ്തോത്രം. എന്തിനും ഞങ്ങളുടെ ഉപദേശിപ്പണി തന്നെ വലിയ പ്രയാസമാണല്ലോ. ചർച്ചിലെ ഒരു ചെറുക്കന്റെ അല്ലെ ഒരു പെണ്ണിന്റെ കല്യാണ, ഇവൻ ചർച്ചിൽ വരുന്നവനെ അല്ല. കല്യാണത്തിന്റെ വിഷയങ്ങളൊക്കെ വീട്ടുകാരെ കൂടി ആലോചിച്ച സമയത്ത് ഇവൻ മുമ്പിൽ കണ്ടു വന്നൊരു ദിവസം സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാ. പക്ഷെ ദൈവമായിട്ട് ഇവനൊരു ബന്ധമില്ല, ചർച്ചിൽ വരുത്തില്ല, കൂട്ടായ്മയില്ല, പിന്നെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്റെ കല്യാണം വന്നു. ഇവന്റെ പാസ്റ്റർ എന്ന നിലയിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക, പയ്യൻ എങ്ങനെയുണ്ടെന്ന്. എന്താ പറയുന്നേ? സ്തോത്രം. മിക്ക പാസ്റ്റർമാരും കള്ളമേ പറയൂ ആ സമയത്ത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരാള് ഞാൻ പറഞ്ഞത്, പണ്ടൊരു അച്ഛൻ പറഞ്ഞ കാര്യം, അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ 2 സന്ദർഭങ്ങൾ കല്യാണവും ശവമടക്കമാണെന്ന്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ശുശ്രൂഷകന്മാർ പാസ്റ്റേഴ്സ് ആയാൽ പോലും അവിഹിതമായ പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചാൽ, കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നിൽക്കുവാൻ തീരുമാനിച്ചാൽ, ജീവിതത്തിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ അതിന് വില കൊടുക്കാൻ തയ്യാറാണോ? വെരി ഗുഡ്. അതുകൊണ്ടാണ് പറയുന്നത്, എ ചോയ്സ് ബിറ്റ്വീൻ ലോയൽറ്റി ആൻഡ് ലിവിങ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഞാൻ നേരത്തെയൊക്കെ CA-ക്കൊക്കെ പോകാൻ കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ചെയ്യത്തില്ല. ഇനി ആരെങ്കിലും പോവാണെങ്കിൽ പോകരുതെന്ന് ഞാൻ പറയത്തില്ല, അവരുടെ ഇഷ്ടമല്ല. ഞാൻ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി എന്നൊന്നും പറഞ്ഞ് പിന്നെ ഹ്യൂമാനിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ വന്നിട്ട് വെറുതെ പൊല്ലാപ്പുണ്ടാക്കേണ്ട. അതുകൊണ്ട് ഞാൻ നോ പറയത്തില്ല. പക്ഷേ പോകാൻ ഉറയ്ക്കുന്നവരോട് പറയും, പോകുന്നത് കൊള്ളാം, പക്ഷേ ബി ലോയൽ ടു ദ ലോർഡ്. ഡോണ്ട് ഡു കോംപ്രമൈസസ് വിത്ത് ദ ലോയൽറ്റി ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ലിവിങ്. ജീവിച്ചിരിക്കാനും ലാഭം ഉണ്ടാക്കാനും ജോലി സംരക്ഷിക്കാനും കുടുംബം നോക്കാനും ഒക്കെ വേണ്ടി കർത്താവിനോടുള്ള വിധേയത്വത്തെ വിട്ടുകളയരുത്, വിറ്റ് തിന്നരുതെന്ന് ഞാൻ പറയാറുണ്ട്. കുറെ വർഷങ്ങളായി CA-ക്കാരോടൊക്കെ കുറച്ച് അടുത്ത് ഇടപഴകേണ്ട ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ്
ഒരു കണക്കും കാണാതെ, ഒരു ലെഡ്ജറും നോക്കാതെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പേപ്പറിൽ സൈൻ ചെയ്ത് സീലും അടിച്ചു തരും അവർ ചോദിക്കുന്ന കവർ കൊടുത്താൽ. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ടറിയാം. അവരുടെ ഒരു സീലിനും ഒരു വരയ്ക്കും ഭയങ്കര വിലയുണ്ട്. ശരിയാ, ഗവൺമെന്റ് തലത്തിൽ പോലും സ്വീകാര്യമാണ്. പക്ഷേ നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ, സ്തോത്രം, നാം ഈ രണ്ടെണ്ണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഏതാണ് നാം തിരഞ്ഞെടുക്കുന്നത്? ലോയൽറ്റി ഓർ ലിവിങ്? ക്രിസ്തുവിനോടുള്ള വിധേയത്വം നമ്മൾ തിരഞ്ഞെടുത്താൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപക്ഷെ ജോലിയിൽ തുടരാൻ സാധിക്കില്ല. ഞാൻ ഇരുന്ന 2 ചർച്ചുകളിൽ മെമ്പറായിട്ടിരുന്ന ഒരച്ചായനെ എനിക്കറിയാം. ഝാൻസിയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. അദ്ദേഹം റെയിൽവേയിലായിരുന്നു. വൈഫ് ഉത്തർപ്രദേശ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അവിടേക്ക് ജോലി ചെയ്യുന്ന മിക്ക ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരും 1 മാസത്തെ അറ്റൻഡൻസ് ഒരുമിച്ചിടുന്നവരാ. ചിലരാണെങ്കിൽ 6 മാസത്തെ ഒരുമിച്ചിടുന്നവരുണ്ട്. UP, രാജസ്ഥാൻ ഇവിടങ്ങളിലൊക്കെ ഉള്ള ഹെൽത്ത് വർക്കേഴ്സിൽ നല്ല ശതമാനം പേര് അങ്ങനെയൊക്കെ ഉള്ളവരാ. നമുക്കറിയാവുന്ന കാര്യമാണ്. ടീച്ചേഴ്സ് അവരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരാ. ഒരുമിച്ച് അറ്റൻഡൻസ് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇടും, ചിലതാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ പിന്നിടും. ഇങ്ങനെയൊക്കെ ഉള്ളതാ. അപ്പം ഈ ബ്രദറ്, അദ്ദേഹത്തിന്റെ വൈഫും ഈ നിലകളിലൊക്കെ ആയിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞിട്ട് ഈ ദൈവിക പ്രകാശനമൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്ട് 17-18 വർഷത്തെ സർവീസ് ഈ സിസ്റ്ററിനായി. ഒരു ദിവസം അവധിയെടുത്ത് നാട്ടിൽ പോയതാ. പിന്നെ സിസ്റ്റർ ഇങ്ങോട്ട് ജോലിക്ക് വന്നിട്ടില്ല. ഇത്രയേറെ വർഷങ്ങളിലെ തൻ്റെ കട്ടിങ്ങും തൻ്റെ ഫണ്ടുകളും ഇതൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ ബോംബെയിൽ കല്യാണിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയിട്ട് കല്യാണിൽ ഇവിടെ വന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ചില വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അന്നുമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. ഇപ്പൊ റിട്ടയർ ഒക്കെ ആയി അദ്ദേഹം റെയിൽവേയിൽ നിന്ന്. ചോദിച്ചു, അച്ഛാ അമ്മമ്മയുടെ ഇല്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഫണ്ടും കാര്യങ്ങളും പെൻഷനും ഒന്നും എനിക്ക് വേണ്ട. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത്രയും വർഷങ്ങൾ ജോലി ചെയ്തത് ഈ പറഞ്ഞതുപോലെ 1 മാസത്തെയും 2 മാസത്തെയൊക്കെ അറ്റൻഡൻസ് ഒരുമിച്ചിട്ടാ. അപ്പൊ ഇത്രയും നാള് ശമ്പളം വാങ്ങിച്ചത് യോഗ്യമല്ലാതെയാണ് ദൈവവചന പ്രകാരം. അതിൽ എനിക്കിനി ഒരു കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് കട്ട് ചെയ്ത പൈസയും പൊക്കോട്ടെ, ഇനിയും കിട്ടേണ്ട ആനുകൂല്യങ്ങളും വേണ്ട. ഇത്രയും നാള് യോഗ്യമല്ലാതെ ഞാൻ വാങ്ങിയതിന് കോമ്പൻസേഷൻ ആയിട്ട് ഇത് മുഴുവനും ഞാൻ സർക്കാരിന് കൊടുത്തിരിക്കുകയാണ്. ഒരു വകയും ഇതുവരെ വാങ്ങിയില്ല. പോയി, വിട്ടിട്ട് പോയി. പറഞ്ഞു, പാസ്റ്ററെ പറ്റില്ല, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രൈവറ്റിലായാലും ഗവൺമെന്റിലായാലും ഒക്കെ, വലിയ ജോലിയോ കൊച്ചു ജോലിയോ ഒക്കെ ആയാലും പലതിലും നമുക്ക് ഇവയ്ക്ക് തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, സ്തോത്രം, അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ പഠനത്തിലോ ജോലിയിലോ പ്രൊഫഷൻ നമ്മുടെ തൊഴിലിലോ ഒക്കെ വരുന്നെങ്കിൽ നാം എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയല്ല, ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിന് വേണ്ടിയായിരിക്കണം. കർത്താവിനോടുള്ള വിശ്വസ്തതയ്ക്ക് വേണ്ടി തന്നെ നാം തിരഞ്ഞെടുപ്പ് നടത്തണം. നമുക്ക് ലാഭം വേണ്ട എന്ന് വയ്ക്കുവാൻ, ജീവിക്കുന്നത് വേണ്ട എന്ന് വയ്ക്കുവാൻ, സ്തോത്രം, നാം തിരഞ്ഞെടുക്കണം. അത് വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 20:24 പറഞ്ഞ ആ പ്രസ്താവന നാം കുറിക്കൊള്ളേണ്ടത്. Acts 20:24 പ്ലീസ്. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്
കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. I count my life dear unto myself. സ്തോത്രം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് കാണുന്നില്ല. എനിക്ക് ജീവിച്ചിരിക്കുന്നതല്ല വിഷയം. സ്തോത്രം. പിന്നെന്താണ്? A choosing between loyalty to Christ and life, livelihood, our profits, positions, possessions, ഇങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. സ്തോത്രം. എന്നാൽ നാം അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നമുക്കെന്തുണ്ടാകും? പ്രതികൂലങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നമുക്ക് സഹിക്കേണ്ടി വരാം. സ്തോത്രം. അപ്പോൾ ആദ്യ സമയങ്ങളിലെ ദൈവമക്കൾക്ക് അനുഭവിക്കേണ്ടി വന്ന, ഇപ്പോഴും പലരും അനുഭവിക്കുന്ന ഒരു പ്രതികൂലമാണ് ഈ ചോയ്സ്, ഈ ചൂസിങ് എന്ന് പറയുന്നത്. നാം ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്? സ്തോത്രം. ക്രിസ്തുവിനോടുള്ള വിധേയത്വത്താൽ നമുക്ക് ലഭിക്കേണ്ട നന്മകൾ, നമുക്ക് ലഭിക്കാമായിരുന്ന ലാഭങ്ങൾ, ഇവയിൽ പലതും സ്തോത്രം നാം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നു നാം ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കാണും യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പുലർത്തുവാൻ, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സമർപ്പണം നിമിത്തം ഇങ്ങനെ നമുക്ക് ലാഭമായിരുന്ന പലതും വേണ്ടെന്ന് വെച്ചവർ. സ്തോത്രം. നാം തിരുവെഴുത്തിൽ പലരെയും കാണുന്നുണ്ട്. അതിൽ പഴയ നിയമത്തിലെ വളരെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരാള് ടീനേജറായ ജോസഫാണ്. സ്തോത്രം. യോസേഫിനും അങ്ങനത്തെ ഒരു ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നു. താൻ പക്ഷേ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ തന്നെ തീരുമാനിച്ചു. അത് നിമിത്തം ഒരുപക്ഷെ താൻ അടിയും ഇടിയും ഒക്കെ ഏറ്റുകാണും, തെറ്റായ ആരോപണങ്ങൾക്ക് വിധേയനായി കാണും, താൻ ജയിലിൽ വർഷങ്ങളോളം ചിലവഴിച്ചു. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. Only because of his choice to be loyal to the Lord. സ്തോത്രം. യോസേഫ് പറഞ്ഞ ആ പ്രസ്താവന എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തെ വർഷങ്ങൾക്ക് മുമ്പേ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. യെസ്, ഗുഡ്. ജെനസിസ് 39 and verse 9. സ്തോത്രം. വായിച്ചോളൂ. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടോ? അതാണ് എന്നെ ഒത്തിരി സ്വാധീനിച്ചത്. How then can I do this great wickedness and sin against God? ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് അവിടെ നിന്നും മനസ്സിലാകുന്നത്, what withheld Joseph from sinning? പാപം ചെയ്യാതെ യോസേഫിനെ തടഞ്ഞു നിർത്തിയ ഘടകം എന്താണ്? എനിക്ക് അവിടെ നിന്നും പരിശുദ്ധാത്മാവ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹിപ്പിച്ചു തന്ന കാര്യം അവിടെ എക്കോ ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്, സ്തോത്രം, ലവ് ഓഫ് ഗാഡ്. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെ ഞാൻ ഇങ്ങനെ പാപം ചെയ്ത് തകർത്ത് കളയുന്നത് എങ്ങനെ എന്നാണ് യോസേഫ് അവിടെ ഉദ്ദേശിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നാം വളരെയധികം സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കണം. നാം കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയാൽ ലോകത്തിലെ മറ്റു പലതിനോടും
നമുക്ക് വിടക്കായിട്ട് എണ്ണേണ്ടി വരും. സ്തോത്രം. കർത്താവിനോട് നാം വിശ്വസ്തത പുലർത്തിയാൽ നമുക്ക് ഈ ലോകത്തിലെ മറ്റ് പലതും നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ അതിന്റെ മുമ്പിൽ നാം പതറുവാൻ പാടില്ല, നാം തകരുവാൻ പാടില്ല. സ്തോത്രം. നമുക്ക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ ഇന്ന് രാത്രി ഹൃദയത്തിൽ ഉറയ്ക്കുക, ഞാൻ തിരഞ്ഞെടുക്കുന്നത് കർത്താവിനോടുള്ള വിശ്വസ്തതയും വിധേയത്വവും മാത്രമായിരിക്കും. സ്തോത്രം. അത് നിമിത്തം എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും, അത് നിമിത്തം എന്ത് നഷ്ടം എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ നിന്നും പിന്മാറുകയില്ല. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ തന്നെ ഞാൻ തുടരും എന്ന ഒരു ഉറപ്പ്, എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇതാണ് ക്രിസ്ത്യൻ റീസൺ എന്ന് പറയുന്നത്. അവർ ലോയൽറ്റി ടു ദ ലോർഡ്. കർത്താവിനോടുള്ള വിശ്വസ്തത, കർത്താവിനോടുള്ള വിശ്വസ്തത. പ്രൈസ് ദ ലോർഡ്. പോളികാർപ്പിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. സ്തോത്രം. പോളികാർപ്പിനെ തന്റെ വാർദ്ധക്യത്തിൽ പിടിച്ച് ചിതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, എന്തിനാ വെറുതെ വയസ്സാ ചാകുന്നത്, അങ്ങ് യേശുവിനെ ഉപേക്ഷിച്ച് കള എന്നൊക്കെ പറഞ്ഞപ്പോൾ റോമൻ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം പ്രശസ്തമാണ്, പ്രശസ്ത വാക്കുകളാണ്. For last 86 years I served him, but he never has done me a wrong. 86 വർഷം ഞാൻ അവനെ സേവിച്ചു. സ്തോത്രം. പക്ഷെ എന്നോട് ഒരു തിന്മയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത യേശുവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? പോളികാർപ്പ് ഇത് പറഞ്ഞുകൊണ്ട് ചിതയോടടുക്കുകയായിരുന്നു. സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടിയപ്പോൾ കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടു, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം തരണമെന്ന്. ആ പ്രാർത്ഥനയെ കുറിച്ച് സ്തോത്രം ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. സ്തോത്രം. അദ്ദേഹത്തോട് യേശുവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, സീസറിന്റെ മുമ്പിൽ, കൈസറിന്റെ മുമ്പിൽ കൈസറാണ് കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ്, കൈസർ എന്ന കർത്താവിന് യാഗം കഴിച്ച് യേശുവിനെ ഉപേക്ഷിക്കുവാൻ ഒരു ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. Last 86 years have I served Christ, and he has done me no wrong. How can I blaspheme my king who saved me? കഴിഞ്ഞ 86 വർഷം ഞാൻ സേവിച്ച, എൻ്റെ ആത്മാവിനെ രക്ഷിച്ച എൻ്റെ രാജാവ് ഒരിക്കൽ പോലും ഒരു തിന്മയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ഈ കാര്യം ചെയ്യുന്നത്? സ്തോത്രം. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിലായി താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, Praise the Lord. Oh Lord God Almighty, the Father of thy well-beloved and ever-blessed Son, by whom we have received the knowledge of you. I thank you that you have graciously thought me worthy of this day and of this hour. Praise the Lord. മരണത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് മുട്ടുകുത്തി കൈകൾ ഉയർത്തി താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. സ്തോത്രം. എന്താ?
സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട രക്ഷിതാവും കർത്താവും ഞങ്ങളെ അങ്ങയെ അറിയുവാൻ വേണ്ടി പരിചയപ്പെടുത്തി തന്നവനുമായ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പിതാവേ, ഈ ദിവസത്തിലേക്കും ഈ മണിക്കൂറിലേക്കും ഈ സാധുവായ എന്നെ അങ്ങ് യോഗ്യനായി കണ്ടതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലായോ? സ്തോത്രം. Here is the supreme opportunity to manifest our loyalty to Christ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിധേയത്വത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നത്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഈ വയോധികനായ മനുഷ്യൻ കർത്താവിനോട് പരസ്യമായി പ്രാർത്ഥിച്ചു പറയുകയാ, അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്തോത്രം മരിക്കുവാൻ ഉള്ള ഈ ദിവസത്തിലേക്കും മരിക്കുവാനുള്ള ഈ നിമിഷത്തിലേക്കും അങ്ങനെ യോഗ്യനായി കണ്ടതുകൊണ്ട് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളുടെ മുമ്പിൽ നമുക്കിതുപോലെ പറയാൻ പറ്റുമോ? സ്തോത്രം. കഷ്ടതകൾ ഇല്ലാത്തവരെ നോക്കി അസൂയപ്പെടുന്നതിന് പകരം കർത്താവേ, എന്നെ നീ ഇതിന് യോഗ്യനായി കണ്ടതുകൊണ്ട് സ്തോത്രമെന്ന് പറയാൻ, അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ, പ്രൈസ് ദ ലോർഡ്, അതിന്റെ 5-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം, 40-ഉം 41-ഉം വായിച്ചാട്ടെ. Acts 5 verses 40 and 41. His speech persuaded them. They called the apostles in and had them flogged. Then they ordered them not to speak in the name of Jesus and let them go. The apostles left the Sanhedrin, rejoicing because they had been counted worthy of suffering disgrace for the name. Hallelujah. യഹൂദ മത നേതാക്കന്മാർ അവരെ പിടിച്ച് അടുപ്പിച്ചു. നിന്നയും പരിഹാസവും ചാട്ടവാറടിയും ഒക്കെ അവർക്ക് കൊടുത്തു. എന്നിട്ട് ഇനി മേലിൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്നും പറഞ്ഞ താക്കീതും കൊടുത്ത് അവരെ വിട്ടുകളഞ്ഞു. വാണിംഗ്. സ്തോത്രം. എന്നാൽ 41-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, they went from the Sanhedrin. They were rejoicing. Praise the Lord. Because they were counted worthy to suffer shame or disgrace for his name. Hallelujah. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ, അടിയേൽക്കുവാൻ ദൈവം അവരെ യോഗ്യരായി കണ്ടു എന്നതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് അടിയും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇതുപോലെ തന്നെയാണ് വയോധികനായ പോലികാർപ്പും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിമിത്തം നമുക്ക് ഇതുപോലെയുള്ള കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? സ്തോത്രം. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, യു ആർ ബ്ലെസ്ഡ്, യു ആർ ബ്ലെസ്ഡ്, you are in a supreme happy state. Nobody can steal your happiness. Praise the Lord. നിങ്ങളുടെ സന്തോഷം ആർക്കും അപഹരിപ്പാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കാട്ടെ. ക്രിസ്തു നിമിത്തം കഷ്ടതയേൽക്കുവാൻ അവസരം കിട്ടിയാൽ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും നാം നഷ്ടപ്പെടുത്തരുത്. ജോലി പോകുന്നെങ്കിൽ പോകട്ടെ, ലാഭം പോകുന്നെങ്കിൽ പോകട്ടെ. ഹല്ലേലൂയ. അപമാനം എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അപമാനം നമുക്ക് ഉണ്ടാകട്ടെ.
ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ ഒന്നും മുൻപിൽ നാം പതറാതെ നിൽക്കുവാൻ, ആ ചോയ്സ് എപ്പോഴും ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിന് വേണ്ടി മാത്രമാകുവാൻ നാം ഒരുക്കമാകണം. ആരെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സാരമില്ല എന്നെണ്ണുവാൻ നമുക്ക് ഇടയാകണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ തൊഴിലുകൾക്ക് പ്രശ്നമുണ്ടാകാം. മറ്റൊന്ന് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, സ്തോത്രം, സോഷ്യൽ ആയിട്ടുള്ള ഡിപ്രൈവിറ്റിയാണ്. സോഷ്യലായിട്ട്, സാമൂഹികമായി നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. നമ്മെ സോഷ്യലി ബോയ്ക്കോട്ട് ചെയ്തേക്കാം, സ്തോത്രം, ആൾക്കാർ. നമ്മെ സാമൂഹികമായ നിലകളിൽ പലതിനും വേണ്ടി വിളിക്കുമ്പോൾ, ഇപ്പൊ തന്നെ ഞങ്ങള് ഉത്തരേന്ത്യയിൽ താമസിക്കുന്നു, വാടക വീടുകളിൽ താമസിക്കുന്നു, ഫ്ലാറ്റ് സിസ്റ്റത്തിൽ താമസിക്കുന്നു. ഇവിടുത്തെയൊക്കെ ഉത്സവങ്ങൾക്കും ആചാരങ്ങൾക്കും പിരിവിന് വരാറുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഭീഷണി ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. മുഴുവൻ സൊസൈറ്റി നമ്മളെ പിന്നെ ഒന്നിനും പങ്കെടുപ്പിക്കാറില്ല. അവർ നമ്മുടെ യാതൊരു കാര്യങ്ങളിലും നമ്മെ സഹായിക്കത്തില്ല. ഒത്തിരി പ്രയാസങ്ങൾ അത് നിമിത്തമൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അവരുടെ ആചാരങ്ങളിലും അതനുസരിച്ചിട്ടുള്ള ഉത്സവങ്ങളിലും പങ്കെടുത്ത് ആഹാരം കഴിക്കാനും കുടിക്കാനും അവർക്കൊപ്പം കളിക്കാനും ഒക്കെ ആയിട്ട് അവർ നമ്മെ ക്ഷണിക്കും. നമ്മുടെ വിശ്വാസം നിമിത്തം ചിലപ്പോൾ അത് സാധ്യമല്ല, സ്തോത്രം. അപ്പോഴേക്കും നമ്മളെ അവർ ഒറ്റപ്പെടുത്തും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഞങ്ങള് അനുഭവിക്കാറുണ്ട് ഉത്തര ഭാരതത്തിൽ. നാട്ടിലും ഇല്ലാതില്ലതൊന്നും. എന്നാലും നമ്മൾ ഇന്നവരാണെന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ കുറച്ച് അവരങ്ങ് ഒഴിഞ്ഞു പോവുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ആദ്യ നൂറ്റാണ്ടുകളിൽ കൂടുതലായിരുന്നു യാഗങ്ങൾ. മറ്റ് ദൈവങ്ങൾക്ക് യാഗങ്ങൾ കഴിക്കുന്നു. ആ യാഗം കഴിച്ചിട്ട് ആ ഇറച്ചിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഭയങ്കര സദ്യ നടക്കുന്നു. അതിലേക്ക് ക്രിസ്ത്യാനികളെ വിളിക്കുന്നു. അവർ പങ്കെടുക്കാതിരിക്കുമ്പോൾ അവർക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു. എന്നിങ്ങനെ വേണ്ട, നമ്മുടെ തീരുമാനങ്ങൾ നിമിത്തം ജോലിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ മറ്റു ചിലർക്ക് കുടുംബങ്ങളിൽ നിന്നാണ് ഒറ്റപ്പെടേണ്ടി വന്നിട്ടുള്ളത്. സ്തോത്രം. യേശു കർത്താവിനെ സ്വീകരിച്ചതിനാൽ കുടുംബാംഗങ്ങളൊക്കെയും തള്ളിക്കളയുന്ന അവസ്ഥ, വീട്ടിൽ ആരും അംഗീകരിക്കാത്ത അവസ്ഥ, യേശുവിനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെയോ ഭർത്താവോ ജീവിത പങ്കാളിയെ കൈവിടുന്ന അവസ്ഥ, മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിലും ചിലപ്പോൾ അനുഭവിച്ചവരുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറയുന്നു, ഇങ്ങനെയൊക്കെ നീതി നിമിത്തവും നന്മ ചെയ്ത നിമിത്തവും യേശു ക്രിസ്തു നിമിത്തവും നാം ഉപദ്രവിക്കപ്പെടുമ്പോൾ നാം ഭാഗ്യമുള്ളവരാണ്. നാം ഭാഗ്യമുള്ളവരാണ്. സ്തോത്രം. നമുക്കെതിരായിട്ട് കള്ളക്കേസുകൾ ഉണ്ടാകും. ഇന്നും ഒത്തിരി പേര് കള്ളക്കേസുകൾ നിമിത്തം ജയിലുകൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. നിയമങ്ങൾ വീണ്ടും കഠിനമായിക്കൊണ്ടിരിക്കുന്നു. കള്ളക്കേസുകൾ അത് നിമിത്തം ഉണ്ടാക്കാൻ പലർക്കും സാധിച്ചേക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നാം ക്രിസ്തീയമായ രീതിയിൽ തന്നെ ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിൽ നിലനിന്നാൽ അപ്പോഴും നാം ആത്മാവിൽ ദരിദ്രരായി, കർത്താവേ എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല, സ്വാധീനമില്ലാത്തയാളാണ് ഞാൻ എന്ന നിലയിൽ തിരുസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇവ നിമിത്തം ചിലപ്പോൾ നാം ഉള്ളു പൊട്ടി നൊമ്പരപ്പെട്ട് കരയും. ആ കരച്ചിലിന്റെ മുമ്പിലും കർത്താവ് പറയുന്നു, യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം സൗമ്യതയോടെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും കർത്താവ് പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുമ്പോൾ ഈ ഉപദ്രവങ്ങളിലൂടെ നാം കടന്നു പോകും. നാം വിശക്കുന്ന നീതിയും, സ്തോത്രം, വിശ്വസ്തതയും
നമുക്ക് ഉപദ്രവ കാരണങ്ങളായി തീരുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. പ്രിയരെ, നാം ഇന്ന് രാത്രിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്താം. എന്തേ? കർത്താവിനോട് മാത്രമുള്ള തിരഞ്ഞെടുപ്പ്. സ്തോത്രം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും നീളവും വീതിയും ആരാഞ്ഞിട എന്ന പാട്ടിനകത്ത് പാടുന്ന ഒരു സ്റ്റാൻസ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉലകിൽ എന്നരികിലായി പ്രിയമായി പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അറിവനുസരിച്ച് ഒരു ഭാര്യ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഭർത്താവ് അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ യേശുവിനെ ഉപേക്ഷിക്കുവാൻ നിർബന്ധിച്ചു. അപ്പോൾ അവൾ പാടിയെന്നാണ് പറയുന്നത്, ഈ ഉലകത്തിൽ എൻ്റെ അരികിലായി എനിക്ക് പ്രിയമായ പലതുണ്ട്, എന്നാൽ എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയൻ, അവയേക്കാളൊക്കെ എനിക്ക് പ്രിയനാണ്. സ്തോത്രം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങൾ, അതിനേക്കാൾ എനിക്ക് പ്രിയനായിട്ട് എൻ്റെ പ്രിയൻ, എൻ്റെ ഭർത്താവിൻ്റെ അരികിലുണ്ട്. അടുത്ത വരികൾ അവർ പാടിയത്, എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോയി ഇവയെല്ലാം മഞ്ഞുപോലെ. സ്തോത്രം. എനിക്ക് പ്രിയമായ കാര്യങ്ങളും പ്രിയമായവയേക്കാൾ പ്രിയനായ എൻ്റെ ഭർത്താവും കാൽവറിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ മഞ്ഞുപോലെ അലിഞ്ഞു പോവുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രിയമുള്ള പലതും ഇവിടെയുണ്ട്. നമ്മുടെ ജീവൻ നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ആയുസ്, നമ്മുടെ മാന്യത ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ, മക്കൾ ഒക്കെ നമുക്ക് പ്രിയമാണ്. എന്നാൽ ഇവയേക്കാളെല്ലാം പ്രിയമായ ഒരുവനുണ്ട്. ഇവയേക്കാളെല്ലാം, സ്തോത്രം, പ്രിയമായ ഒരുവൻ, തൻ്റെ പ്രാണനേക്കാൾ നമ്മെ സ്നേഹിച്ചവൻ, തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വെച്ചു തന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരല്പം അനസ്തേഷ്യ പോലും എടുക്കാതെ ബോധപൂർവം വേദനകൾ മുഴുവനും നമുക്ക് വേണ്ടി മരണം വരെയും സഹിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ മഹിമകളെ, ലക്ഷോപലക്ഷം ദൂതന്മാരുടെ സേവനങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് മനുഷ്യരുടെ നിന്ദാപാത്രമായി തീരുവാൻ ഇറങ്ങി വന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാൽവരി സ്നേഹത്തിന്റെ മുമ്പിൽ ഈ ലോകത്തിലെ പ്രിയമായവയും പ്രിയമായവയിൽ പ്രിയനായ പ്രിയപ്പെട്ടവരും തീങ്കൽ മെഴുകുരുകുന്നത് പോലെ, തീയിൽ മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറി ഒറ്റ സ്നേഹം, അത് കാൽവരി സ്നേഹം മാത്രം നമുക്ക് മതി എന്ന ഒരു തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുവാൻ നമുക്കിന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആ ഗാനത്തിന്റെ സ്റ്റാൻസ പാടി നമുക്കിന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഉലകിൽ എന്നരികിലായി പ്രിയമായി പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോയി അവയെല്ലാം മഞ്ഞുപോലെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പക്ഷെ ഷിനു എബ്രഹാം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റാൻസ പാടാം. നമുക്ക് സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്, ഉലകിലൻ അരികിലായി പ്രിയമായി പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോയി ഇവയെല്ലാം മഞ്ഞുപോലെ. എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുൻപിലായി
അലിഞ്ഞു പോവിവയെല്ലാം മഞ്ഞു പോലെ. നിത്യമാ സ്നേഹത്തിൻ ആഴം ഉയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാ സ്നേഹത്തിൻ ആഴം ഉയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്തോ എന്നെ ഇഷ്ടരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. പക്ഷെ ഷിനു